Students, today we are going to discuss about second module topic epitaxy in VLSA. Epitaxy is a combination of two words. Epi means upon and taxis means ordered. That means ordered upon. That is, epitaxial layer means growing a crystalline layer over a crystalline substrate. Bulk crystal substrate thickness is about 500 micron. Growing a thin layer much thinner than bulk crystal thickness is epitaxial layer. That means its thickness is a few microns. So epitaxy എന്ന് പറയുന്നത് എപ്പി എന്ന് പറയുന്നത് അപ്പോൾ എന്നാണ്, ടാക്സിസ് മീൻസ് ഓർഡേഡ് ആണ്. അതായത് നമ്മളൊരു സിലിക്കൺ സബ്സ്ട്രേറ്റ് ക്രിസ്റ്റലൈൻ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ വേറൊരു ക്രിസ്റ്റലൈൻ ലെയർ ഉണ്ടാക്കുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, എപ്പിടാക്സിയൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള ഒറിജിനൽ സബ്സ്ട്രേറ്റിൻ്റെ തിക്നെസ് ചിലപ്പം 500 മൈക്രോൺ ആയിരിക്കും. അതിന് മുകളിലായിരിക്കാം ചിലപ്പോൾ എന്ന് വെച്ചാൽ ഒരു തിന്നർ ലെയർ ആയിട്ടുള്ള ഒരു എപ്പിടാക്സിയൽ ലെയർ ഗ്രോ ചെയ്യുന്നത്. ഇതിപ്പം ഒറിജിനൽ സബ്സ്ട്രേറ്റിൻ്റെ തിക്നെസ് 500 മൈക്രോൺ ആണെങ്കിൽ അതിന് മുകളിൽ ഗ്രോ ചെയ്യുന്ന തിന്നർ ലെയറിൻ്റെ തിക്നെസ് വളരെ ചെറുതായിരിക്കും. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഫ്യൂ മൈക്രോൺസ് ആയിരിക്കാം. There are two types of epitaxial growth, homoepitaxy and heteroepitaxy. Homoepitaxy, when the same material is grown over the bulk crystal. Suppose we have a silicon bulk crystal and we grow a silicon layer on the top of that, maybe of different doping concentration, of different resistivity. Another example, we had a p-type silicon substrate on the top of which grew an n-type epitaxial layer, but both of them are made up of silicon. That means silicon on silicon, gallium arsenide on gallium arsenide. Homoepitaxy, homo means same എന്നാണ് അല്ലേ. അപ്പോൾ ഒറിജിനൽ ക്രിസ്റ്റലൈൻ സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഗ്രോ ചെയ്യുന്ന എപ്പിടാക്സിയൽ ലെയറും സെയിം മെറ്റീരിയൽ ആകുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, ഹോമോ എപ്പിടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ തന്നെ തിന്നായിട്ടുള്ള സിലിക്കൺ ലെയർ ഗ്രോ ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഹോമോ എപ്പിടാക്സി എന്ന് പറയും. അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഗാലിയം ആർസനൈഡിൻ്റെ തിൻ ലെയർ ഗ്രോ ചെയ്യാൻ പ്രോസസ്സിന് എന്താ പറയുക, ഹോമോ എപ്പിടാക്സി എന്ന് പറയുകയാണ്. സെയിം മെറ്റീരിയൽ ആയിരിക്കാം. ബൾക്ക് ക്രിസ്റ്റൽ മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ചെയ്യുന്ന മെറ്റീരിയലായ തിൻ ലെയറും സെയിം മെറ്റീരിയൽ ആകുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, ഹോമോ എപ്പിടാക്സി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻസ്? അപ്പോൾ ബൾക്ക് ക്രിസ്റ്റലിൻ്റെ ഉള്ളതും അതുപോലെ തന്നെ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്തായിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലേ. അതിനാണ് എന്ത് പറയുന്നത്, ഹോമോ എപ്പിടാക്സി എന്ന് പറയുന്നത്. Next is heteroepitaxy. Hetero means different. So when the material of the epitaxial layer is dissimilar from the bulk crystal substrate, it is called heteroepitaxy. So bulk crystal എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സബ്സ്ട്രേറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ സിലിക്കൺ ഓൺ സഫയർ എന്നാണ്. അത് അലൂമിനിയം ഓക്സൈഡ് ഗ്രോ ചെയ്യുന്നതായിരിക്കും സിലിക്കണിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ കേസിൽ അതിനെന്താ പറയുക, ഹെറ്ററോഎപ്പിടാക്സി. ബൾക്ക് ക്രിസ്റ്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കണും അതിന് ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, അലൂമിനിയം ഓക്സൈഡ് ആകുമ്പോൾ അതിനെന്താ പറയും, ഹെറ്ററോഎപ്പിടാക്സി എന്നാണ് പറയുന്നത്. The three rules that are observed during heteroepitaxy are, first rule is heteroepitaxy is possible if there are no chemical reaction between the substrate and epitaxial layer. There should be no chemical reaction, and then there should be no lattice mismatch, there should be no thermal mismatch. അപ്പോൾ ഹെറ്ററോഎപ്പിടാക്സി എന്ന് പറയുമ്പോൾ രണ്ടും ബൾക്ക് ക്രിസ്റ്റൽ മെറ്റീരിയലും അതുപോലെ തന്നെ എപ്പിടാക്സി ലെയറും ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് തമ്മിൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ലാറ്റിസ് മിസ്മാച്ച് ഉണ്ടാവാൻ പാടില്ല. തെർമൽ മിസ്മാച്ച്, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിന് തെർമൽ മിസ്മാച്ചും ഉണ്ടാവാൻ പാടില്ല. Okay, next is epitaxy systems can be classified as a liquid phase epitaxy, vapor phase epitaxy and molecular beam epitaxy. അപ്പോൾ 3 ടൈപ്പ് എപ്പിടാക്സിയൽ സിസ്റ്റംസ് ആണുള്ളത്. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് മോളിക്കുലാർ ബീം എപ്പിടാക്സി ആൻഡ് വേപ്പർ ഫേസ് എപ്പിടാക്സി ആണ്. ഫോർ ഗ്രോയിങ് തിൻ ലെയർ ഓഫ് സിലിക്കൺ ഓൺ ദി സബ്സ്ട്രേറ്റ് വി യൂസ് വേപ്പർ ഫേസ് എപ്പിടാക്സി ആൻഡ് മോളിക്കുലാർ ബീം എപ്പിടാക്സി. അപ്പോൾ തിൻ ലെയർ, ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ തിൻ ലെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പർ ഫേസ് എപ്പിടാക്സിയും അതുപോലെ തന്നെ മോളിക്കുലാർ ബീം എപ്പിടാക്സിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് മോളിക്കുലാർ ബീം എപ്പിടാക്സി.
Molecular beam epitaxy involves the direct physical transport of the material to be grown and its components to a heated substrate. It is similar to vacuum evaporation, and growth is achieved by directing atomic or molecular beams in a well-controlled ultra-high vacuum system. സോ മോളിക്കുലാർ ബീം എപ്പിടാക്സി എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ നമുക്ക് ഏത് മെറ്റീരിയൽസിൻ്റെ ലെയറാണോ ഗ്രോ ചെയ്യേണ്ടത് അതിൻ്റെ ഡയറക്റ്റ് ആ മെറ്റീരിയൽസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മെറ്റീരിയൽസ് തന്നെ അയച്ചിട്ട്, അതായത് എന്താ മോളിക്കുലർ ബീം എപ്പിടാക്സിയിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽസിൻ്റെ ഡയറക്റ്റ് ഫിസിക്കൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏത് മെറ്റീരിയലാണ് ഗ്രോ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സപ്പോസ് അലുമിനിയം ഓക്സൈഡാണ് ഗ്രോ ചെയ്യേണ്ടതെങ്കിൽ അലുമിനിയം ഓക്സൈഡിനെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മോളിക്യൂൾസിനെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്ത സബ്സ്ട്രേറ്റിൻ്റെ മുകളിലേക്ക് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, direct physical transportation of the material to be grown will takes place in the case of molecular beam epitaxy. സോ ഇത് എന്തിന് സിമിലറാണ്? വാക്വം ഇവാപ്പറൈസേഷന് സിമിലറാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാക്വം, അൾട്രാ ഹൈ വാക്വം സിസ്റ്റത്തിലും അതിന് വെൽ കൺട്രോൾഡ് സിസ്റ്റത്തിലുമാണ് ഈ ഒരു മോളിക്കുലാർ ബീം എപ്പിടാക്സി പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, for example, gallium and arsenic are used as source materials for gallium arsenide. Elemental silicon and germanium are used in the growth of silicon and silicon germanium alloys. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഗാലിയവും ഗാലിയം ആർസനൈഡ് ആണ് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഗാലിയവും ആർസനൈഡുമാണ് സോഴ്സ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ലെയർ ഉണ്ടാക്കുന്നത്. പിന്നെ എലമെൻ്റൽ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ യൂസ്ഡ് ഇൻ ദി ഗ്രോത്ത് ഓഫ് സിലിക്കൺ ആൻഡ് സിലിക്കൺ ജെർമേനിയം അലോയ്സ്. സിലിക്കൺ ജെർമേനിയം അലോയ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. എലമെൻ്റൽ സിലിക്കണും അതുപോലെ തന്നെ ജെർമേനിയം യൂസ് ചെയ്യും. ഓക്കെ, മോളിക്കുലാർ ബീം എപ്പിടാക്സി കൺസിസ്റ്റ് ഓഫ് 3 വാക്വം ചാമ്പേഴ്സ്. ഫസ്റ്റ് ചാമ്പർ is growth chamber, second is buffer chamber, third chamber is load lock. Growth chamber is used to grow phosphorus containing 3 to 5 compounds of semiconductor and also grow to arsenic based compounds. അപ്പോൾ ഗ്രോത്ത് ചാമ്പറിലായിരിക്കും നമ്മളിപ്പം 3rd മുതൽ 5th വരെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ നിന്ന് വെച്ചാൽ ബോറോൺ ഉണ്ടാവും. 3rd ഗ്രൂപ്പിലാണ് ബോറോൺ ഉണ്ടാവും, 5th ഗ്രൂപ്പിലാണ് ഫോസ്ഫറസ് ഉണ്ടാവും. അപ്പോൾ ഗ്രോത്ത് ചാമ്പറിലാണ് ഇങ്ങനത്തെയുള്ള മെറ്റീരിയൽസ് 3rd മുതൽ 5th വരെയുള്ള കോമ്പൗണ്ടായ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഗ്രോത്ത് ചാമ്പറിലാണ് ഗ്രോത്ത് ചാമ്പറിലാണ് ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക. അപ്പോൾ സപ്പോസ് ഫോസ്ഫറസിൻ്റെയോ അല്ലെങ്കിൽ ബോറോണിൻ്റെയോ കോമ്പൗണ്ട്സ് ആണെങ്കിൽ 3rd മുതൽ 5th വരെയുള്ള കോമ്പൗണ്ടാണ് നമ്മൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ ഇതിലാണ് ഗ്രോത്ത് ചാമ്പറിലാണ് ഉണ്ടാവുക. ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽസ് പൊതുവെ ബോറോണിൻ്റെ കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെ ആയിരിക്കുക. 3rd ഗ്രൂപ്പ് എലമെൻ്റാണ് ഫോസ്ഫറസ്, 5th ഗ്രൂപ്പ് എലമെൻ്റാണ്. അതിൻ്റെ എല്ലാം സെയിം കോമ്പൗണ്ട് ഇതിലുണ്ടാവുക ഗ്രോത്ത് ചാമ്പറിലാണ് ഉണ്ടായിരിക്കുക. സപ്പോസ് ആർസനിക് ബേസ്ഡ് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആർസനിക് ബേസ്ഡ് കോമ്പൗണ്ട്സും ഗ്രോത്ത് ചാമ്പറിലുണ്ടാവും. അപ്പോൾ ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണ് അതൊക്കെ ഗ്രോത്ത് ചാമ്പറിലാണ് ഉണ്ടായിരിക്കും. ഓക്കെ, next is buffer chamber, used for the preparation and storage of samples and act as a transition tube to allow samples to be transferred. നമ്മൾ ഏത് സാമ്പിളാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിനെ സ്റ്റോർ ചെയ്യുന്നൊരു ചാമ്പറാണ് ബഫർ ചാമ്പർ എന്ന് പറയുന്നത്. അതൊരു ട്രാൻസിഷൻ ട്യൂബായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാമ്പിൾസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട സാമ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ അത് ആ മെറ്റീരിയൽസാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ട്രാൻസിഷൻ സാമ്പിൾസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഈ ബഫർ ചാമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോഡ് ലോക്ക്, ടു ബ്രിങ് സാമ്പിൾസ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് വാക്വം എൻവിയോൺമെൻറ്റ്. അതായത് ലോഡ് ലോക്ക് ചാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം എൻവിയോൺമെൻറ്റിൽ നിന്ന് വാക്വം എൻവിയോൺമെൻറ്റിലേക്ക്, അതായത് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നടക്കും, മോളിക്കുലാർ എപ്പിടാക്സി നടക്കുമ്പോൾ ഒരു വാക്വം എൻവിയോൺമെൻറ്റിലാണ് നടക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽസ് വാക്വം എൻവിയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഔട്ട്സൈഡിലേക്ക് എടുക്കാനും വേണ്ടിയിട്ട് ഉള്ള സംവിധാനത്തിനാണ് ലോഡ് ലോക്ക് എന്ന് പറയുന്നത്. ദി സബ്സ്ട്രേറ്റ് ഓൺ വിച്ച് ദി വേഫർ ഈസ് മൗണ്ടഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ ഹീറ്റഡ് മോളിബ്ഡിനം ബ്ലോക്ക് which can be rotated during growth at a few revolution per minute
minute for increasing the layer of uniformity. The ionization gauge is used to directly measure the effusion flux, and this is of hot filament type and is operated without a protective envelope. Accumulation of unwanted material at the surface of the filament can be result from continued exposure to the effusing species. So we have to move gauge out of the flux beam path when direct measurement is not required. സോ നിങ്ങൾക്ക് ഇവിടെ അതിന് മുമ്പ് ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് നോക്കാം. സോ ഇതാണ് മോളിക്കുലർ ബീം എപ്പിടാക്സിൻ്റെ സെറ്റപ്പ്. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ് സെൻട്രലായിട്ട് എന്ത് കാണുന്നത്, സബ്സ്ട്രേറ്റ് ഹോൾഡർ കാണുന്നുണ്ടാവും അല്ലേ. സബ്സ്ട്രേറ്റ് ഹോൾഡർ, അതെന്താണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്, ഉദ്ദേശിച്ച് സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണ് അല്ലേ. അതിനെ ഹോൾഡ് ചെയ്യുന്ന സംവിധാനമാണ് സബ്സ്ട്രേറ്റ് ഹോൾഡർ എന്നത്. അതെപ്പോഴും എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽസ് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗേജ് സംവിധാനം ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടെ വേറെ എന്തൊരു ക്രയോ പാനൽ ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന സംവിധാനമുണ്ട്. അതുപോലെ തന്നെ എഫ്യൂഷൻ കോയിൽസ് ഉണ്ടായിരിക്കും. എഫ്യൂഷൻ കോയിൽസിനുള്ളിലൂടെ തന്നെയാണ് നമ്മൾ ഗ്രോ ചെയ്യേണ്ട ഗ്യാസ് മെറ്റീരിയൽസ് മോളിക്യൂൾസ് ഉള്ളിലേക്ക് കടത്തി വിടുന്നതൊക്കെ. പിന്നെ ഒരു ഷട്ടർ ഉണ്ടാകും, അതായത് ഈ എഫ്യൂഷൻ കോയിൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷട്ടറാണത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് റീഡ് സ്കിൻ, RHEED എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് അല്ലേ. അപ്പോൾ RHEED റിഫ്ലക്ഷൻ ഹൈ എനർജി ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ സ്ക്രീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് റിഫ്ലക്ഷൻ ഹൈ എനർജി ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ ഇറ്റ് ഈസ് യൂസ് ടു gather information only from the surface layer of the sample. ഓക്കെ. സോ ഇത്രയാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. The substrate on which the wafer is mounted usually consists of a heated molybdenum block and which can be rotated during the growth at a few revolutions per minute for increasing the layer uniformity. The ionization gauge is used to directly measure the effusion flux, and this is a hot filament type and is operated without a protective envelope. Accumulation of unwanted material on the surface of the filament can be result from continued exposure to the effusion species. So we have to move gauge out of the flux beam path when a direct measurement is not required. So ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു അയണൈസേഷൻ ഗേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രൊട്ടക്റ്റീവ് കവറൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളത് ഗേജ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗേജ് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൻ്റെ തിക്നെസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. The beams of material to be transported are usually generated. The beams of materials to be transported are usually generated by thermal evaporation from crucibles known as effusion cells. സോ ഇവിടെ എഫ്യൂഷൻ സെൽസ് കാണിച്ചിട്ടുണ്ട്. എഫ്യൂഷൻ സെൽസിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽസിൻ്റെ മോളിക്യൂൾസ് കൊടുക്കുന്നതൊക്കെ, സോഴ്സ് കൊടുക്കുന്നതൊക്കെ. ദി ബീംസ് ഓഫ് മെറ്റീരിയൽസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ആർ യൂഷ്വലി ജനറേറ്റഡ് ബൈ തെർമൽ ഇവാപറേഷൻസ് ഫ്രം ദി ക്രൂഷ്യബിൾസ് നോൺ എസ് effusion cells. A series of effusion cells, each with a separate shutter, are set up so that their flux is directed to the substrate. In the case of silicon molecular beam epitaxy, electron beam heating is used to produce a flux of secure material and thermal evaporation is used for germanium. സോ ഇലക്ട്രോൺ ബീം എപ്പിടാക്സിയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എഫ്യൂഷൻ സെൽസ് ഉണ്ട്. എഫ്യൂഷൻ സെൽസിലാണ് നമ്മൾ ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫർണസ് പോലെ തന്നെയാണ്. അപ്പോൾ ആ എഫ്യൂഷൻ സെൽസിന് ഒരു ഷട്ടർ ഉണ്ട്, അത് വെച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഷട്ടറിലൂടെ തന്നെ ഷട്ടർ ഓപ്പൺ ആകുന്ന സമയത്ത് എഫ്യൂഷൻ സെൽസിലുള്ള മെറ്റീരിയൽസ് ഇവിടേക്ക് പോകും, സബ്സ്ട്രേറ്റിൻ്റെ മുകളിലോട്ടേക്ക് പോകും. അതുപോലെ തന്നെ ഇതിന് ഒരു ഹീറ്റിംഗ് സംവിധാനമാണ്. എന്നാൽ മാത്രമേ ഈ നമ്മൾ ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽ ആ സബ്സ്ട്രേറ്റിലേക്ക് എപ്പിടാക്സിയിലാവുള്ളൂ, അതായത് ഗ്രോ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലർ ബീം എപ്പിടാക്സിൻ്റെ കേസിലാണ് ഇലക്ട്രോൺ ബീം ഹീറ്റിംഗ് ആണ് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് മെറ്റീരിയലിനെ നമ്മൾ എഫ്യൂഷൻ സെൽസിലൂടെ കൊടുക്കുന്ന ഏത് മെറ്റീരിയലിൻ്റെയും കറക്റ്റായിട്ടുള്ള ഫ്ലക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഫ്ലക്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ജർമ്മേനിയത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീം ഹീറ്റിംഗ് ആണ്. ജർമ്മേനിയത്തിൻ്റെ കേസിലാണെങ്കിൽ തെർമൽ ഇവാപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, effusion cells are set up so that their flux is directed to the substrate. These cells are made up of pyrolytic boron nitride with titanium heat shields. അപ്പോൾ എഫ്യൂഷൻ സെൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സബ്സ്ട്രേറ്റിലേക്ക് ഗ്രോ ചെയ്യേണ്ട മോളിക്യൂൾസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ്യൂഷൻ സെൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എഫ്യൂഷൻ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പൈറോലിറ്റിക് ബോറോൺ നൈട്രൈഡ് ആണ് വിത്ത് ടൈറ്റാനിയം ഹീറ്റ് ഷീൽഡ്സ്. കാരണം അത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ ഗ്രോ ചെയ്യപ്പെടുക. അപ്പോൾ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ടൈറ്റാനിയം ഹീറ്റ് ഷീൽഡ്സാണ് അതിനുണ്ടായിരിക്കുക. The evaporated species are transported at a relatively high velocity in a high vacuum medium to the substrate and get deposited there. അപ്പോൾ ഈ ഹീറ്റിങ്ങിൻ്റെ പ്രസൻസിൽ ഈ എഫ്യൂഷൻ സെൽസിലുള്ള മെറ്റീരിയൽസ് ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ ഇവാപ്പറേഷൻ നടന്നിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇതെല്ലാം എന്ന് വെച്ചാൽ ഹൈ വാക്വം എൻവയോൺമെൻറ്റിലാണ് നടക്കുന്നത്. ആ ഹൈ വാക്വം എൻവയോൺമെൻറ്റിൽ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ടൻസേഷൻ ഓഫ് ദി സോഴ്സ് മോളിക്യൂൾസ് ടേക്സ് പ്ലേസ് അറ്റ് ദി സബ്സ്ട്രേറ്റ് വിച്ച് ഇസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. സോ ഈ എഫ്യൂഷൻ സെൽസിൽ ആണ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുക. പിന്നെ അവിടെ നിന്ന് ഷട്ടർ ഓപ്പൺ ആകുന്ന സമയത്ത് ഈ ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽസ് എവിടേക്ക് പോകും, സബ്സ്ട്രേറ്റിലേക്ക് പോകും. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിലാണ് നിൽക്കുക. അപ്പോൾ എന്ത് പറ്റും, ആ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ കണ്ടൻസേഷൻ ഒക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്താണ് ഇതെന്ത് ചെയ്യുന്നത്, അവിടെ സോളിഡിഫൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ സോളിഡിഫൈ ചെയ്യപ്പെടും. ഓക്കെ, സിൻസ് ടെമ്പറേച്ചർ ഈസ് റിലേറ്റീവ്ലി ലോ ആൻഡ് ഗ്രോത്ത് റേറ്റ് ഈസ് ഓൾസോ വെരി ലോ, പ്രിസൈസ് കൺട്രോൾ ഓഫ് ടോപ്പിംഗ് പ്രൊഫൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. യൂസ് ഓഫ് ദി മോളിക്കുലർ ബീം എപ്പിടാക്സി ഇൻ VLSI ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ്. സോ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇതാണ് മോളിക്കുലർ ബീം എപ്പിടാക്സി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രം ഓർത്ത് വെക്കുക. അതായത് മോളിക്കുലർ ബീം എപ്പിടാക്സിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ക്ലോസർ ലുക്കാണ് എഫ്യൂഷൻ സെൽസിൻ്റെയും സബ്സ്ട്രേറ്റ് പിന്നെ ഗ്രോയിങ് മെറ്റീരിയൽ സബ്സ്ട്രേറ്റിലേക്ക് പോകുന്നതിൻ്റെ ദി ബീംസ് ഓഫ് മെറ്റീരിയൽ ടു ബി ട്രാൻസ്പോർട്ടഡ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, സബ്സ്ട്രേറ്റ് ഹീറ്റർ കാണിച്ചിട്ടുണ്ട്, സബ്സ്ട്രേറ്റിനെ കാണിച്ചിട്ടുണ്ട്, അതിന് എഫ്യൂഷൻ സെൽസ് കാണിച്ചിട്ടുണ്ട് താഴെ, അതിന് ബീംസ് ഫ്രീ ആയിട്ട് സബ്സ്ട്രേറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബീംസ് ഡയറക്റ്റായിട്ട് എഫ്യൂഷൻ സെൽസിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഈ സബ്സ്ട്രേറ്റിന് അത്രയും ടെമ്പറേച്ചർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന മെറ്റീരിയൽസ് ഇവാപ്പറേറ്റ് ചെയ്ത മെറ്റീരിയൽസ് ഇവിടെ വന്നിട്ട് കണ്ടൻസ് ചെയ്തിട്ട് സോളിഡിഫൈ ചെയ്യപ്പെടും ഇതിൻ്റെ മുകളിൽ, സബ്സ്ട്രേറ്റിൻ്റെ മുകളിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ എഫ്യൂഷൻ സെൽസിൻ്റെ ഷട്ടറിനെ കൺട്രോൾ ചെയ്യേണ്ട സ്വിച്ചിനെ കാണിച്ചിരിക്കുന്ന ഷട്ടേഴ്സ് സ്വിച്ച് ബീംസ് ഓൺ ഓർ ഓഫ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലെയേഴ്സ് ഓഫ് ആറ്റംസ് ബിൽഡ് അപ്പ് ഓൺ ദി സബ്സ്ട്രേറ്റ് ഈസ് ഓൾസോ ഷോൺ ദെയർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് തന്നെ കുറച്ച് ക്ലോസർ ലുക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. കാരണം മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എഫ്യൂഷൻ സെൽസിൽ നിന്ന് ഗ്രോ ചെയ്യേണ്ട മെറ്റീരിയൽസ് സബ്സ്ട്രേറ്റിലേക്ക് പോകുന്നതാണ് മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഷട്ടേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റിന് എന്ത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ അവിടെ ഉണ്ടായിരിക്കും. റൊട്ടേറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് എല്ലായിടത്തും യൂണിഫോമായിട്ട് ഗ്രോ ചെയ്യപ്പെടുകയുള്ളൂ. ഗ്രോ ചെയ്യുന്ന മെറ്റീരിയൽ എപ്പിടാക്സി കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, that's all about this molecular beam epitaxy. In the next video class we will discuss about vapor phase epitaxy. Okay.